ഈ ഉത്രാടക്കൂട്ട് എന്നാന്നല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ കറിയൊക്കെ വെക്കുകയല്ലേ, അതിൻ്റെ നമ്മളൊരു കറി വെക്കുമ്പോൾ ഉണ്ടാക്കുന്ന കൂട്ട് അതെല്ലാം. പിന്നെ അന്നേല് നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഒരു കൂട്ട്, അതൊരു കൂട്ടായിട്ട് കൂട്ടാം. ഈ സന്തോഷമൊക്കെ സത്യം പറയാൻ നമുക്ക് ഓണത്തിന്, വിഷുവിന്, ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെ സന്തോഷിക്കുന്നത് അല്ലേ. ഇതേപോലെ ഒരു കാര്യവും കൂടെ ഉണ്ട്, നമുക്ക് സ്ത്രീകൾക്കുള്ളതാണ് ബേസിക്കലി. എന്നാന്ന് വെച്ചാൽ ഈ ഓണം, വിഷു ഇതൊക്കെ വന്നാലേ നമ്മുടെ അലമാരയിൽ നിന്ന് ഇതേപോലെ ഒരു മുണ്ട് നേരിയതോ എന്നതേലും ഒരു സെറ്റ് സാരിയോ ഒക്കെ നമ്മൾ എടുക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനെപ്പറ്റി അതേപോലെ ഈ പറഞ്ഞ കൂട്ട് എന്നേലും ഒരു അമ്പലത്തിൽ എന്നേലും പോയാൽ മാത്രമേ മുണ്ട് നേരിയത് എടുക്കത്തുള്ളൂ. അന്നേരം ഞാനൊക്കെ അന്ന് സത്യം പറഞ്ഞ ഇളയതായതുകൊണ്ട് ചേച്ചിമാരൊക്കെ എപ്പോഴും വഴക്ക് പറയും, നീ എന്നതാടി എപ്പോഴും ഇങ്ങനെ ആണോന്നൊക്കെ ചോദിച്ചേച്ച്. ഇപ്രാവശ്യം എനിക്ക് ഓണത്തിന് ഏട്ടൻ്റെ ഒരു മൂത്ത ചേച്ചിയുണ്ട്, ആ ചേച്ചി ഗുരുവായൂരിലുള്ള ആ ചേച്ചിയാണ്. ആ ചേച്ചി എനിക്ക് ചെയ്തു തന്ന ഡ്രസ്സാണ് ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത്. എപ്പോഴും വഴക്ക് പറയുവേ. അപ്പം ഇപ്രാവശ്യം ഓണം ആ ചേച്ചി പറഞ്ഞ പോലെ അങ്ങ് അനുസരിക്കുക, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച്. ഇതെല്ലാം പോയിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ചേച്ചി എന്ന് പറയുമ്പോൾ എന്നാ പറയുക, അടുത്തൊരു കൂട്ട് ലക്ഷ്മി ചേച്ചിയാണ് ഇവിടെ വരുന്നത്. അതാരാന്നല്ലേ, ലക്ഷ്മി ഗോപാലസ്വാമിയ ഇന്നിവിടെ വരുന്നത്. ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പപ്പായ പായസം. ഇപ്പോൾ 5 മിനിറ്റ് എല്ലാവരും ആലോചിക്കും പപ്പായ പായസം. പക്ഷെ ചിലരൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നമ്മുടെ അനീസ് കിച്ചണിൽ ചെയ്യുന്നത് അനീസ് ടച്ചോട് കൂടിയുള്ള ഒരു സ്പെഷ്യൽ പപ്പായ പായസമാണ്. അതിന് റെസിപ്പിയിൽ എന്നാക്കിയാ വേണ്ടിയെന്ന് നോക്കിയാലേ, രാത്രി ഇന്ന് എന്തായാലും കടകളൊന്നും നേരത്തെ ഒന്നും അടക്കിവേലേ, അന്നേരം ഇച്ചിരി എന്താ പറയുക, കവല വരെ പോയാലും കിട്ടാവുന്ന കാര്യങ്ങളെ ഇന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കാണും, പിന്നെ പപ്പായ മാത്രമേ മേടിക്കാനുള്ളൂ. എന്നാലും കിട്ടുവാന്നേൽ നാളെ തിരുവോണത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കോടിയൊക്കെ പുത്തൻ ഉടുത്തേച്ച് പുത്തനായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെ ഒന്ന് നമുക്ക് നാളെ സദ്യക്കകത്ത് ഇതുണ്ടാക്കിയാൽ മതിയെ പ്ലീസ്, എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കട അടയ്ക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം എന്നാക്കിയാണ് വേണ്ടിയെന്ന്. പായസം നാച്ചുറൽ, നമുക്ക് നെയ്യില്ലാതെ ചെയ്യാനൊക്കത്തില്ല. ഇച്ചിരി നെയ്യ്, പിന്നെ അന്നേൽ ഇച്ചിരി ശർക്കര വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് പപ്പായ, നല്ല പഴുത്ത പപ്പായയാണേ. ഇത് ഞാൻ നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേവിച്ചേച്ച് നല്ലതായിട്ട് ഉടച്ചെടുത്തേച്ചാലും മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പഞ്ചസാര, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി തേങ്ങാപ്പാല്, കട്ടി തേങ്ങാപ്പാലാന്നേ, പിന്നെ ഇച്ചിരി പാൽപ്പൊടി, കുറച്ച് പശുപാല്, അത് നമ്മുടെ ഏത് സാധാ കവർ പാലായാലും മതിയേ. പിന്നെ വേണ്ടിയത് നമ്മൾ എന്തായാലും അടപ്പായസത്തിന് വേണ്ടി വീട്ടിൽ അട മേടിച്ചെന്ന് എനിക്കറിയാവേ, എന്നാലും അതിൽ നിന്ന് നമുക്ക് ഇച്ചിരി വേണം. ഇതെന്നാ ഇങ്ങനെയാണെന്നറിയോ, ഞാൻ ഒത്തിരി കുഞ്ഞായിട്ട് പൊടിച്ചേക്കുവാ, അതിനേച്ച് വേവിച്ച് അതിനകത്ത് ഒത്തിരി വെള്ളമൊക്കെ കഴുകി വെച്ചേക്കുവാണേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡ്, പിന്നെ ഇച്ചിരി മുന്തിരിങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഇച്ചിരി ഏലക്ക പൊടിച്ചതാണ്. ഇത്രയേ വേണ്ടുള്ളൂ. പിന്നെ അന്നേരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പായസമല്ലേ, അന്നേരം ഒരു ഇച്ചിരി തേങ്ങാ കൊത്ത് ഇട്ടേച്ച് അതും കൂടെ വറുത്തിടുവാന്നേൽ ഇച്ചിരി കൂടി നല്ലതാ. ഇനി ഇത് തുടങ്ങേണ്ട എങ്ങനെയാണെന്നറിയോ, ഫസ്റ്റ് നമ്മൾ ശർക്കരപ്പായസം ചെയ്യുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ആദ്യം ശർക്കര പാവ് കാച്ചി വെച്ച്, ഒന്നെങ്കിൽ ശർക്കര പാവ് കാച്ചി അരിച്ചിനകത്തോട്ട് ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ കല്ലും മണമൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് മേടിച്ചേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ഉരുളിയിലോട്ട് ഇടാൻ പോവാന്നേ. എന്നുവെച്ചാൽ അത് ഇച്ചിരി പാനിയായതിന് ശേഷം ഇച്ചിരി നെയ്യും പപ്പായയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വരട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം. പക്ഷെ ഒത്തിരി നമ്മൾ ഒരു ഇച്ചിരി ഉണ്ടാക്കുവാന്നേലോ ഒത്തിരി വരട്ടണ്ട, എന്നാൽ വച്ചേക്കാനാന്നേലോ വരട്ടണം. അല്ലേലുണ്ടല്ലോ വെള്ളമൊക്കെ ഉള്ളതല്ലേ, അന്നേരം ഇച്ചിരി ചീത്തയാവുമേ. ആദ്യം നമ്മൾ ഉരുളി എടുത്ത് വെച്ചേച്ചേ, ഏതാ നമ്മുടെ ഉരുളി ഉള്ളതെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇനി പാൻ ആന്നേലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പായസം ഉണ്ടാക്കാൻ ഏതാ കൈവാക്ക്. പക്ഷെ നമ്മൾ പണ്ട് പോലെ അമ്മമാരൊക്കെ ഉരുളി ചെയ്തല്ലേ കണ്ടേക്കുന്നേ, അന്നേരം പിന്നെ ഒരു ട്രഡീഷണൽ വേ തന്നെ ആയിക്കോട്ടെ അല്ലേ, നമുക്ക് ഉരുളിയിൽ തന്നെ വെക്കാം. പിന്നെ ആലോചിക്കുന്നത് എന്നാന്നോ, ഇതൊക്കെ കഴുകിയെടുക്കാനുള്ള പാടാ, പക്ഷെ അതൊക്കെ ഒരു സന്തോഷമായിട്ടോ, അത് പിന്നെയല്ലേ. ആദ്യം നമുക്ക് പായസം വെക്കാവേ. ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ശർക്കര ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ശർക്കര ചേർക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇച്ചിരി പഞ്ചസാരയും മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും ചേർക്കുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ മധുരവും പപ്പായക്ക് ഇച്ചിരി മധുരവും ഉണ്ട്, അതെല്ലാം നോക്കി വെച്ച് വേണേ.
അതിനകത്തോട്ട് ഈ ശർക്കര മുഴുവൻ ഇട്ടേച്ച്, ശർക്കര ആണെങ്കിൽ തനിയല്ലേ ഇട്ടേക്കുന്നത്, അന്നേരം ഇത് ഇച്ചിരി ഒന്ന് ഉരുകാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ശർക്കര നല്ലതായിട്ട് ഉരുകി അതിനകത്ത് എന്നാ പറയുന്നത് കട്ടകട്ടയായിട്ടൊന്നും കിടക്കരുത്, ശർക്കര ഫുൾ ഉരുകിക്കോട്ടെ. അതല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, പ്രത്യേക ഒരു പാത്രത്തിൽ വെച്ച് ഉരുക്കിയേച്ച് അരിച്ചൊഴിച്ച് വെച്ചാലും മതി. ഒരു പാവ് കാച്ചി എടുക്കണം, അതാന്നേ കണക്ക്. ഒത്തിരി അങ്ങോട്ട് മുറുകാനും പാടില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇനി പപ്പായ ഇതിനകത്തോട്ട് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഫുൾ ഉരുക്കിയേച്ച് പപ്പായയും കൂടെ ചേർത്ത് രണ്ടിൻ്റെയും കൂടെ വെള്ളം വറ്റി ഇങ്ങനെ വരണ്ട് വരണം. ആ വരണ്ട് വരുന്തോറും നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പം നമ്മുടെ ശർക്കര ആണെങ്കിൽ നല്ലതായിട്ട് ഉരുകിയിട്ടുണ്ട്, അത് തിളക്കാൻ തുടങ്ങി. ഇനിയാണെന്ന് ഇത് രണ്ടുപേരും കൂടെ കിടന്ന് വെച്ചാൽ, അതായത് പപ്പായയും ശർക്കരയും കൂടെ കിടന്ന് നമുക്ക് അത്രയും നേരം വെള്ളം വറ്റിട്ട് ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെയും നേരം അങ്ങ് പോവും. ചില സമയം അന്നേരം ഇതിൻ്റെ പാവ് അങ്ങ് ഇച്ചിരി കട്ടിയുള്ള ഉരുളിയല്ലേ, അന്നേരം ആ ചൂടും എല്ലാം കൊണ്ട് ഇതിൻ്റെ ആ പാകം ഒന്ന് ഇച്ചിരി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയാമോ, പപ്പായയും കൂടെ ഇതിനകത്ത് ഇട്ടേച്ച് രണ്ടിൻ്റെയും കൂടെ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്നായാലും പപ്പായ ചേർക്കാൻ പോവാന്നേ. പപ്പായ ചേർത്തേക്കും, അത് മിക്സിയിൽ അടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വേവിച്ചേച്ച് ഇത് ഒന്ന് ഉടച്ചെടുത്തേച്ചാലും മതി. അഥവാ ഇനിയിപ്പോൾ പപ്പായയുടെ കുറച്ച് എന്നാ പറയുക തരിയോ എന്നതേലും ഒക്കെ കിടക്കുവാന്നേലും അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കിയത് പപ്പായ പായസമാണെന്ന് അറിയണ്ടേ 10 പേര്. അന്നെന്നറിയാവോ, ആ ഒരു പപ്പായയുടെ ടേസ്റ്റ് ഒത്തിരി മുന്നിട്ട് നിൽക്കുകയില്ല, എന്നാലും ഒരു പപ്പായ വന്നു പോകും അതിനകത്തൂടെ. അതുകൊണ്ട് ഇച്ചിരി അതിനകത്ത് ആ പപ്പായയുടെ തരിയൊക്കെ കിടക്കുവാന്നേ കിടന്നോട്ടെ. ഇനിയിപ്പോൾ അടുത്ത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ വറുന്നതിന് മുമ്പ്, അതായത് ആദ്യം നമ്മൾ ഇച്ചിരി വട്ടാൻ തുടങ്ങുന്നതിന് മുന്നേ അതൊന്ന് അടി പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക. ഇനിയിപ്പോൾ നെയ്യ് നമുക്ക് ഒത്തിരി ദൂരെ ഒന്നും വെക്കണ്ടേ. എന്നാന്ന് വെച്ചാലേ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അരികയിലൊക്കെ വരുന്നതൊക്കെ തൂത്ത് നമ്മുടെ ഉരുളിക്കകത്തോട്ട് ഇട്ടേക്കണം. ഇതേ നമ്മുടെ ആ പപ്പായ ചേർത്തേ ഞാൻ എന്നിട്ട് ശർക്കരയെല്ലാം ഇട്ടേച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയേ. അന്നേരം ഇതിങ്ങനെ കുമ്പളായിട്ട് വന്നേച്ച് നമ്മുടെ ദേഹത്തോട്ട് തെറിക്കും. അന്നേരം ഒരു ഇച്ചിരി നീങ്ങി നിന്നേച്ച് നെക്സ്റ്റ് എന്നാ ചേർക്കേണ്ടതെന്ന് അറിയാവോ, നമ്മുടെ ആ അടയില്ലേ, നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അട അങ്ങോട്ട് ചേർക്കണം. ഇച്ചിരി ദൂരെ നിന്നോ. ഈ അടയാന്നേലും ഒത്തിരി വേണ്ട, എന്നാന്നറിയോ, ഇടയിലൊന്ന് ഇച്ചിരി ഒന്ന് കടിച്ചു വെച്ചാൽ മതി. ഒരു പാക്കറ്റ് മേടിക്കുവാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. ഈ അടയും ഇട്ട് കഴിഞ്ഞാൽ ഇതേ കൂട്ട് തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്ത് ചൗരി വേണ്ട. കാര്യം എന്നാന്നോ, അട ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ പായസം ഇച്ചിരി ഒന്ന് കുറുകും. അതല്ല ഇച്ചിരി ചൗരിയുടെയൊക്കെ അത് ഇഷ്ടമാകുന്നതിൽ ഒരിച്ചിരി, അതായത് നമ്മൾ സാധാരണ ഒരു പാക്കറ്റിന് എൻ്റെ കണക്ക് പറയുവാണെങ്കിൽ ഞാൻ ഒരു പിടി ചൗരിയാണ് ഇടുന്നത്. അതിപ്പോൾ ഇടാം, അത്ര ഇടണ്ട. പപ്പായ പായസത്തിനാകുന്നതിൽ നമ്മൾ ഒരു പിടിയോളം ഇടണ്ട, എന്നാ പറയുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. അന്നേച്ച് നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ഇതിനെ ഇങ്ങനെ ഒന്ന് വറുത്തിക്കൊണ്ടിരിക്കുക. ഇതിനിപ്പോൾ എന്തായാലും നെയ്യിൽ കിടന്നിട്ട് ഇച്ചിരി ഒന്ന് വരണ്ടോട്ടെ.
പപ്പായയും ശർക്കരയും അടയും എല്ലാം നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇതേ കാണാവേ. അതിനകത്ത് ഇനി ഇച്ചിരി പോലും വെള്ളമില്ല. ഇനിയിപ്പോൾ കുമ്പള വരുന്ന എങ്ങനെ അറിയോ, സ്ലോലി വന്നേച്ചൊന്ന് പൊട്ടുകയുള്ളൂ. അതാ കണക്കെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1-ാം പാൽ, അതായത് നമ്മൾ തേങ്ങാപ്പാൽ കട്ടിക്കെടുത്തേക്കുവാന്നേ, അത് ചേർക്കണം. സ്ലോലി നമ്മൾ അതിനെ ഇളക്കി അതിനോട് ചേർക്കണേ. ധൃതി കൂട്ടല്ല, അന്നേരം പിന്നെയും തിളയ്ക്കുമ്പോഴത്തേനും ദേഹത്തോടെല്ലാം തെറിക്കും. ചൗരി ഇഷ്ടമുള്ളവർക്കാന്നേൽ ഇച്ചിരി ചൗരി ഇട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ടേച്ചാൽ മതിയേ. ഈ നമ്മൾ ചേർത്തേക്കുന്ന ഈ 1-ാം പാല് നല്ലതായിട്ട് അതിനകത്തോട്ട് അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചേർക്കേണ്ടത് നമ്മുടെ സാധാ പശുവും പാലില്ലേ, അതൊരു പകുതിക്ക് ചേർക്കുക. അതും ഇതേപോലെ സ്ലോലി. പാലിൻ്റെ കണക്ക് എന്നാന്ന് വെച്ചാൽ നമ്മൾ എത്ര അതിൻ്റെ ലൂസ് വേണ്ടതെന്നുള്ളതനുസരിച്ചാണ് പാല് ചേർക്കുന്നത്. പിന്നെ പാല് ചേർക്കുന്നതനുസരിച്ച് മധുരം. ഇതിനകത്തൊരു ടിപ്പാണ് അമ്മയൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ശർക്കര പായസം വെക്കുവാന്നേലും വെക്കുന്ന സമയത്ത്, അതായത് പാൽപ്പായസം അല്ല, ശർക്കര പായസം വെക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്വാദ് ഇച്ചിരി കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കറിക്കൊക്കെ ഇച്ചിരി സ്വാദ് കൂടാനായിട്ട് ഞാനൊരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടുവേ. പിന്നെ അന്നേരം മധുരം നോക്കിയേച്ചിട്ടാൽ മതി. പഞ്ചസാരയുണ്ട്, പിന്നെ ഞാനന്ന് പാല് ചേർത്തു. ഇപ്പം ചേർത്തതിനൊന്നും മധുരം ശർക്കര ഒഴിച്ച് വേറെ ഒന്നിനുമില്ല. ഒരു ഇച്ചിരി, ഒരു നുള്ള ആയിട്ടല്ല, എന്നാലും ഒരു വലിയൊരു ടേബിൾ സ്പൂൺ, ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടു. അന്നേച്ചാൽ അതും ഇതേപോലെ നമ്മുടെ പായസത്തിനകത്തോട്ട് ഫുള്ളായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരട്ടെ. ഇനി വലിയ പ്രയാസമൊന്നുമില്ല, എല്ലാം എളുപ്പത്തിനാണ്. കണ്ടോ, നമ്മൾ മറ്റേ പായസമൊക്കെ വെക്കുവാന്നേൽ എത്ര പാലാണ് എടുക്കേണ്ട, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, മെനക്കട്ട ഏർപ്പാടാ. അന്നേരം ഇങ്ങനെയും നമുക്ക് പായസം വെക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പെട്ടെന്ന് അങ്ങ് തീർക്കാനാന്നേലേ ഒക്കത്തുള്ളൂ. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുവാന്നേലും 2 ദിവസം ഇരിക്കും. ഇത് എന്നതാന്നേലും ഇത് ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമേ കഴിക്കാൻ. അതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ തിരുവോണത്തിനും ഉത്തരാടത്തിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ കൂടെ പായസം വയ്ക്കുമ്പം ഇന്ന് വെച്ചത് നാളെ തിന്നുന്നതിനെക്കാട്ടിലും നല്ല അന്നൊന്നുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇത് നല്ലതായിട്ട് ഞാൻ ചേർത്ത പാല് നല്ലതായിട്ട് അങ്ങ് ചേർന്നു. ഇനി അടുത്ത പാൽ ഒഴിക്കുക. ഇത് അട ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി കുറുകി വരുവേ. അന്നേരം ചൗവരിയും കൂടെ ചേർത്താൽ നമ്മൾ അവസാനം പായസം അലുവ പോലെ മുറിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ചൗവരി വെന്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദുണ്ടല്ലോ, അത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പപ്പായ പായസത്തിനകത്ത് ഞാൻ പറഞ്ഞത് അത് ഒത്തിരി ചേർക്കണ്ട, എന്നാലും കുറുകൽ ഇച്ചിരി കൂടും. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. അന്നേരം പിന്നെ തീരെ അത് ഇഷ്ടം, എന്നെപ്പോലെയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാന്നേലും ഒരു സ്പൂണൊക്കെ ഇടുന്നതുകൊണ്ട് തരക്കേടൊന്നുമില്ല. ഇനി അത്തോട്ട് ഞാൻ ഇച്ചിരി പാൽപ്പൊടി ഒന്ന് കലക്കി വെച്ച് ഒഴിക്കാം. ഈ ചേർക്കുന്ന സമയത്തെല്ലാം തീ സിമ്മായിരിക്കണേ, കൂട്ടണ്ട. കാര്യം എന്നാന്നോ, നമ്മൾ തേങ്ങാപ്പാലല്ലല്ലോ ചേർക്കുന്നത്, മറ്റേ പാലല്ലേ. അന്നേരം ഇച്ചിരി ഒന്ന് പിരിയാനുള്ള ചാൻസസ് കൊടുക്കരുത്. അതിനെ ഇച്ചിരി സോഫ്റ്റായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. ബാക്കി നമ്മൾ കറികളെല്ലാം വെക്കുന്ന നേരം കൊണ്ട് ഇതിനെ വറുത്താൻ ഇട്ടേച്ചാൽ മതി. അപ്പോൾ കറിയെല്ലാം വെച്ച് പാത്രത്തിലായി കഴിയുമ്പോഴത്തേന് ഇതിനോട്ട് ജോലി ചെയ്താൽ മതി. അന്നേരം വറലുകയും ചെയ്യും, ബാക്കി കറിയൊക്കെ നമുക്ക് ആക്കാനും നോക്കുവേ. അതിലത് പ്രയാസപ്പെട്ട പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉഴപ്പിയേക്കല്ല, കാര്യമൊക്കെ ശരിയായി ഉണ്ടാക്കണം കേട്ടോ നാളെ. ഇനിയിപ്പം ഞാനൊരു പാത്രം എടുത്തോണ്ടിട്ട് ഇതൊന്ന് ഇച്ചിരി ഒന്ന് കലക്കിയതിനകത്ത് വയ്ക്കും. ഇച്ചിരി ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി പാൽപ്പൊടി കലക്കി ഒഴിക്കണം എന്ന് മസ്റ്റൊന്നും അല്ല. പക്ഷേ എന്നാലും ഈ പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ആരായാലും ഇത് പാൽപ്പൊടിയെ ടിന്ന് അവിടെ ഇരിക്കുന്നതാണ്ട് ആരാ ഒരു സ്പൂൺ എടുത്ത് വായിലിടാതെ. അപ്പോൾ ആ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. അന്നേരം അത് ഇല്ലേലും മസ്റ്റൊന്നും ഇല്ലേലും കുഴപ്പമൊന്നുമല്ല, അത് മസ്റ്റൊന്നും അല്ല, എന്നാലും ഒരു ടേസ്റ്റ് കിട്ടും ഇത് ചേർക്കുമ്പോഴത്തേന്.
ഇതും ഒഴിച്ച് കുറച്ച് നേരം ഒന്നായി കഴിയുമ്പോഴത്തേന് ഉരുളിയുടെ അറ്റത്തേലൊക്കെ ഇരിക്കുന്ന ഒക്കെ അങ്ങ് തൂത്ത് അതിനകത്തോട്ട് അങ്ങ് ഇട്ടോണേ. അതൊക്കെയാ സത്യം പറഞ്ഞാൽ ആ പായസത്തിനകത്തോട്ടൊന്ന് അലിഞ്ഞ് ചേരുമ്പോഴത്തേനുണ്ടാവുന്ന രുചി. ഇനി ഇത് ചേർന്ന് കഴിഞ്ഞു. ഇനിയാന്നു നെക്സ്റ്റ് ഞാൻ ആ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോകുന്നേ. ഇത് കുറേശ്ശെ നമ്മൾ ഇളക്കി കൊടുത്ത് ആ പായസത്തിനകത്തോട്ട് ചേർക്കുക. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. എന്നാന്നോ അതിൻ്റെയൊക്കെ ആ നമ്മൾ ചേർത്തേക്കുന്ന പാൽപ്പൊടിയും പാല് മിൽക്ക് മെയ്ഡ് ഇതെല്ലാം ഇതിനകത്തോട്ട് നല്ലതായിട്ട് അലിഞ്ഞ് ചേർന്ന് ഇച്ചിരി സ്പൂൺ വെച്ച് നോക്കിക്കോണം ആ ടേസ്റ്റ് മതിയോന്ന്. ചിലർക്കാണെങ്കിൽ ഇച്ചിരി കൂടി മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന ഇഷ്ടമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാൽപ്പൊടി ചേർക്കുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇച്ചിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കുന്ന ഇഷ്ടമാണ്. ഇതൊന്നുമില്ല, നമുക്ക് ശർക്കരയുടെ രുചിയാണ് കൂടുതൽ ഇഷ്ടം തോന്നുവാന്നേൽ ശർക്കര പാവ് കാച്ചി ഇച്ചിരി ഒഴിച്ചേച്ചാലും മതി. ഏതാ കണക്ക് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അത്. പിന്നെ ഒരു കാര്യം എന്നാണെന്നറിയോ, ഇത് ഇച്ചിരി ആറുമ്പത്തേന് അത് കുറച്ചുകൂടെ കുറുവേ. അന്നേരം അതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആദ്യമേ ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് പാലൊക്കെ ചേർക്കുമ്പോഴത്തേന് തണുക്കുമ്പോൾ കുറുകുന്ന ഒരു പരുവത്തിന് കണക്കാക്കി വേണം പാല് ചേർക്കാൻ. പിന്നെ ഇതിനകത്തോട്ട് ഏലക്കായ ഇട്ടില്ലേൽ എന്നാ അല്ലേ രുചി. ഏലക്കായ ഞാനിത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കുവാണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ പായസം. എന്നാ എളുപ്പമാ അല്ലേ. ഇനിയാണെങ്കിൽ ഒരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് ഇച്ചിരി കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കൂടെ ഒന്ന് നെയ്യിൽ വറുത്ത് ഇതിനകത്തിടുക. തേങ്ങ അരിഞ്ഞ് വറുക്കാനുള്ള നേരം ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ചെയ്യുവേ. പക്ഷേ ഈ ഉരുളി എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി എടുത്ത് പൊക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. ദേ നമ്മുടെ പായസം ഇവിടെ റെഡിയാട്ടോ. ഇതിനകത്ത് ഞാൻ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ അത് പക്ഷേ എന്നാ പഴുത്ത പപ്പായ ചുമ്മാ ഇങ്ങനെ സ്ട്രിപ്പായിട്ട് അരിഞ്ഞേച്ച് ഇങ്ങനെ വെച്ചേക്കുക. ഇതിനകത്ത് വലിയ വിശേഷമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഈ പപ്പായ ഇച്ചിരി ഒന്ന് മാറ്റി വെച്ച് പായസം മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പപ്പായയുടെ ഒരു റോ ടേസ്റ്റും ആ പായസവും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആലോചിച്ച് വയ്ക്കും, മഹാബൂറ. അതുകൊണ്ട് അത് വേണ്ട, ഇത് ചുമ്മാ ഒരു ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സെർവ് ചെയ്താണ്ട. ഹായ് ചേച്ചി. ഹായ് ചേച്ചി. ഹലോ ഹലോ ഹലോ. വെൽക്കം 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 വെൽക്കം. ചേച്ചി എനിക്കേ ചേച്ചി ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എന്നാ പറയണമെന്ന് അറിയാൻ മേല. എന്താ പ്രോബ്ലം ആയോ എന്തെങ്കിലും? നോ പ്രോബ്ലം. ഞാൻ എന്നാന്നറിയോ, എനിക്ക് ഭയങ്കര ഫോർമലായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ ഇച്ചിരി പോയറ്റിക് ആവട്ടെ ആ ചേച്ചിയെ കണ്ടപ്പോഴത്തേക്ക്. എന്നാന്നറിയോ, ബിക്കോസ് ഒരു വസന്തം വന്ന പോലെയൊക്കെ ഇല്ലേ, അതേമാതിരി ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുക. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, പക്ക ഒരു മലയാളി പെങ്കൊച്ച് അല്ലേ, തോന്നുന്നില്ലേ? എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രേക്ഷകർക്കും കൂടെ തോന്നുന്നില്ലേ? ശരിക്കും ഒരു മലയാളി പെങ്കൊച്ച് കയറി വന്ന കൂട് തന്നെ തോന്നുക. ശരിക്കും എനിക്ക് തോന്നുന്നു, എനിക്ക് മാത്രമല്ല എൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ ഇച്ചിരി സംശയമാണെന്ന് തോന്നുന്നു. ചേച്ചി മലയാളിയാണോ കർണാടകയാണോ എന്താന്നുള്ളത് അറിയാൻ മേല. ചേച്ചിയായിട്ടൊന്ന് പറയുന്നത് എനിക്കറിയാം, പക്ഷേ ചേച്ചി ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഫസ്റ്റ് പറയും. ഞാൻ എൻ്റെ കർമ്മഭൂമി കേരളമാണ്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ ഞാൻ തീർച്ചയായിട്ടും മലയാളിയാണ്. പക്ഷേ എൻ്റെ ജന്മഭൂമി ബാംഗ്ലൂരാണ്, കർണാടകയാണ്. വീട്ടിൽ ഞാൻ കന്നഡ സംസാരിക്കും. ഓക്കെ ചേച്ചി, ഇപ്പം എന്നോട് കന്നഡ പറയല്ലേ, എനിക്ക് കേൾക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ പറയാൻ അറിയാൻ മേലത്തുണ്ട്. കേൾക്കാൻ നല്ല രസമല്ലേ കന്നഡ ഭാഷ? അർത്ഥാഗൽവ കന്നഡ? എന്താ പറഞ്ഞേ? അർത്ഥാഗൽവ കന്നഡ അറിയില്ലെന്നാണോ ചോദിച്ചേ? മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു രഹസ്യം പറയട്ടെ. ഞാൻ കുറേ പ്ലേസിൽ ഇവിടെ മലയാളം സംസാരിക്കുമ്പോൾ കുറച്ച് സ്റ്റക്കായാലേ ഞാൻ കന്നഡ വേർഡ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യും. 95% അത് ചേരും. ഇനി ഒരു 5% ഒരു എന്താ വേർഡ് എന്ന് പറയും. ഇല്ലെങ്കിൽ അരെ ലക്ഷ്മി എങ്ങനെ നീ ഇത്ര മലയാളം പഠിച്ചു ചോദിക്കും.
ചേച്ചി പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാട്ടോ, ചേച്ചി പക്ക മലയാളി പെങ്കുച്ചായിട്ടാ വന്നേക്കുന്നേ. പക്ഷെ ഇതിനകത്ത് ഒരു സാധനം മാത്രം എനിക്ക് സൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ബിക്കോസ് ഇതിന് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എല്ലാവരും ജിംക ഇടും, ബട്ട് യു ഡിഡ്ന്റ് വെയർ ജിംക. അതെന്നാ? ഇല്ല, എന്തറിയാമോ, ഞാൻ വിചാരിച്ചു എനിക്കറിയാം ഇത് നമ്മുടെ ഓണം പ്രോഗ്രാം ആണെന്ന്. രാവിലെ തൊട്ട് മുതൽ ഈവനിങ് പല പല ജിംകീസ് ഒരു സ്റ്റീരിയോടൈപ്പ് ഉണ്ട്. ഞാൻ വിചാരിച്ചു വൈ നോട്ട് ബ്രേക്ക് ദാറ്റ്. ആൻഡ് ഇപ്പൊ നോക്കിയാല് ഇപ്പൊ ഇതൊരു ഫ്യൂഷൻ അല്ലേ, ഇത് വേറെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട്, പക്ഷേ സെറ്റുമുണ്ട്. ഇപ്പൊ എല്ലാരും ഈ ഹൈ ഫാഷൻ ബ്ലൗസസ് അങ്ങനെ ഇടാറില്ലേ, ബോളിവുഡ് സ്റ്റൈൽ ബ്ലൗസസ് വിത്ത് സെറ്റുമുണ്ട്. സോ ഞാൻ അത് ജ്വല്ലറിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും ചേച്ചി എന്നാന്നറിയോ, ചേച്ചി ഞങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ശരിക്കും ഒരു ഞങ്ങളുടെയൊക്കെ കൊച്ചായിട്ടാ, പക്ഷെ മലയാളി പെങ്കൊച്ചായിട്ട് നാടൻ മുണ്ടുനേരിയതൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ചേച്ചിയല്ലേ നല്ലത്? വേണോ ഇപ്പൊ ഇടണോ? വേണ്ട വേണ്ട വേണ്ട, അതിൽ കൂടെ ഇനി ചേച്ചി ജിം കടാൻ പോയെന്ന് എനിക്ക് വിശേഷം ചോദിക്കാൻ ഒക്കെയല്ല. മാത്രമല്ല ഇന്നൊരു സ്പെഷ്യൽ പായസമാണ്. ആണോ? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ പായസമിന്റെ ഫാനാണ്. കേരളത്തിലെ ഇത്ര വിധ പായസം, എസ്പെഷ്യലി ഓണം സമയത്ത് ചക്ക പായസം, ഗോതമ്പ് പായസം, അട പായസം, കടല പായസം, പയറ് പായസം, എന്തോരം ടൈപ്പ്, ബനാന പായസം, ഓ എല്ലാം ഐ ലവ്. ചേച്ചി ഇതെല്ലാം കഴിച്ചു. യു ഹാവ് നെവർ ടേസ്റ്റഡ് പപ്പായ പായസം അല്ലേ? Papaya paisam. Yes. I haven't even heard of it. Tasted it. Yeah. In Annie's kitchen la you'll na paraya pudiya vaakkalum pudiya dishes okke kekkandi varum. Papaya paisa. Thank you. Okay, ചേച്ചി അത് എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകർക്ക് കന്നഡയിൽ ഒന്ന് ഓണാശംസകൾ പറയാവോ? എല്ലാവർക്കും ഓണം ഹബ്ബದ ശുഭാശയಗಳು. ഓക്കെ, ഇനി ഇതിനെ മലയാളത്തിൽ പറഞ്ഞേ. എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ. Not bad. നല്ല രസമല്ലേ ചേച്ചിയുടെ മലയാളം കേൾക്കാന്? ചേച്ചി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചി ഓണാശംസകളെല്ലാം പറഞ്ഞേ, ഈ ഓണം എന്നുള്ളൊരു വാക്ക് എപ്പോഴാ കേട്ടെ? ഈ കേരളയിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്? എന്റെ ഫസ്റ്റ് പടത്തില് ഞാൻ കേട്ടു. ബിക്കോസ് ഒരു മൂന്നാമത്തെ ദിവസം ചിലപ്പോ ഓണാഘോഷം ആയിരുന്നു. അപ്പൊ ഇപ്പൊ എല്ലാവരും ചോദിക്കും ഓണമല്ല നാളേക്ക്, നോ ഷൂട്ടിംഗ് ടുമോറോ, ഓണം. എനിക്ക് അറിയില്ല ഇതെന്താ ഓണം. അപ്പൊ ഓണസദ്യ, യു വിൽ ഹാവ് ഓണസദ്യ. ദെൻ അവിടെ നമ്മുടെ സെറ്റിലെ ലോഹിത് സാർ വന്നിരുന്നു, അപ്പൊ മമ്മൂട്ടി സാർ എല്ലാവർക്കും ഓണസദ്യ വിളമ്പി കൊടുത്തു, സെർവ് ചെയ്തു. സോ ഐ തിങ്ക് അതാണ് എന്റെ ഫസ്റ്റ് എക്സ്പോജർ. ഓക്കെ, ചേച്ചിക്ക് ആ സമയത്ത് ആ സദ്യ ഉണ്ണാനൊക്കെ അറിയായിരുന്നോ? അത് ആ രീതിയിൽ? ഇല്ല, നമുക്ക് നാങ്ക പറയും ഇല ഊട്ട, ഇല ഊട്ടാണ് സാപ്പാട്, കഴിക്കുക സാപ്പാട്. ഓക്കെ, ഫുഡ്. ഓക്കെ, ഊട്ടുക എന്ന് പറഞ്ഞാൽ ഫുഡ്. ഓക്കെ, സോ വി ഹാവ് ദിസ് സദ്യ പോലെ നമുക്ക് കുറെ ഉണ്ട്. സോ ഇവിടുത്തെ സദ്യ, ഇവിടുത്തെ വെജിറ്റേറിയൻ സദ്യ ഞാൻ ആദ്യമായിട്ട് കഴിച്ചു. ഓക്കെ, അതിന്റെ വിശേഷങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒത്തിരി ഉണ്ടാവും. കാര്യം എന്നാന്നറിയോ, നമ്മുടെ സദ്യയിലാണെങ്കിലും ഒത്തിരി കറിയല്ലേ ഉള്ളേ. അത് ഇന്ന കറിയാ ഇന്നയൊക്കെ കഴിക്കേണ്ടതെന്നുള്ള ചേച്ചിക്ക് ഫസ്റ്റ് ടൈം അറിയാൻ ഒക്കത്തില്ലായിരിക്കും. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം അവിടെ ഇരുന്നിട്ട്. ഇവിടെ ഇരുന്ന് ഒക്കത്തില്ലല്ലോ. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ വന്നേച്ച് ചേച്ചിക്ക് തരാതിരിക്കോ? വിത്ത് പപ്പായ പായസം ഞങ്ങൾ തരും. നോ പ്രോബ്ലം. നമുക്ക് അവിടെ പോയി വെയിറ്റിംഗ്. ഓക്കെ, എന്നായാലും ഞാൻ പായസം മാത്രമല്ല, ഞാൻ ഹോൾ സദ്യ ഫുൾ തരും. ആണോ? പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ പപ്പായ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ, അന്നേരം ഒരു പപ്പായ ലീഫൊക്കെ വെച്ച് ഞാൻ ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ചേച്ചി ഇത് നോക്കി ചേച്ചി, ഇനി ഈ ഇതിൽ ഞാൻ സദ്യ വിളമ്പൊന്നും പേടിക്കണ്ട കേട്ടോ. നല്ല നമ്മുടെ മറ്റേ ബനാന ലീഫിലൊക്കെ ചേർത്തുള്ളൂ. അനീത ഒരു അറിയാം உங்களுக்கு, ഈ പപ്പായന്റെ ലീഫില് ഭയങ്കര മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ചേച്ചി പറഞ്ഞു. പപ്പായ ലീഫ് എൻ്റെ അങ്കിൾക്ക് ഇത് ദിസ് ഇസ് നേരെ എക്സ്പീരിയൻസ്. ഹിസ് platelet counts had come down. I have experience. And ഏത് ടാബ്ലറ്റ് അവർക്ക് ഹെൽപ്പ് ആയില്ല. Every day he was drinking papaya leaf juice. That radically shot up the എന്നാന്ന് വെച്ചാൽ ഡെങ്കു ഫീവർ വരുമ്പോ നാച്ചുറലി പ്ലേറ്റൽ കൗണ്ട് താഴെ പോകും. അപ്പൊ എനിക്ക് വന്നപ്പോ I used to drink this. തപ്പന്ന് കയറും. അതെ, അത് ഭയങ്കര മെഡിസിനൽ വാല്യൂ ആണ്. ഇതും അതിന്റെ ഫ്രൂട്ട് എല്ലാം ഭയങ്കര മെഡിസിനൽ വാല്യൂ ആ. നമുക്ക് ബാംഗ്ലൂരിലെ ഇഷ്ടം പോലെ പപ്പായം കിട്ടും. നമ്മുടെ ഇവിടെ കിട്ടുമോ? ഇവിടെ വളരുമോ? പിന്നെ ആണോ? ഇവിടെ എല്ലാം വളരും. പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്നും ഇല്ലാതെ ഇല്ല.
നോട്ട് ബാംഗ്ലൂർ മാത്രല്ല കേരളയിലും എല്ലാം ഉണ്ട്. കൂളർ ക്ലൈമറ്റ് കാര്യം ചെയ്യട്ടെ, ഇവിടെ വന്നിട്ട് നടി ലക്ഷ്മി ഗോപാലസ്വാമി വളർന്നില്ലേ? ദൈവമേ, ശരിയാണ് അബ്സല്യൂട്ട്ലി. ഓക്കെ ചേച്ചി, ഞാനൊരു കാര്യം ചെയ്യട്ടെ. അവിടെ അന്ന് സദ്യ എങ്ങനെയാ കഴിച്ചതെന്ന് പറഞ്ഞ അവിടെ നമ്മൾ നിർത്തിയില്ലേ ഓരോ കറിയായിട്ടും ഒക്കെ അല്ലേ? എനിക്ക് അവര് പായസമായിട്ടു, അപ്പൊ അവിയൽ, എനിക്ക് അവിയൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റായിരുന്നു. പക്ഷെ ഓളൻ കാളൻ അതെല്ലാം കുറെ ന്യൂ തിങ്സ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന അതിലെ പുളി ഇഞ്ചി. ഐ ലവ് ദാറ്റ്. സോ അതെല്ലാം കൂടെ കുറച്ച് ചേർത്ത് മിക്സിങ് ഐ വുഡ് ഹാവ്. ദെൻ പപ്പടം ഇവിടെ പ്രത്യേക ഒരു ടൈപ്പ്. നമുക്ക് ബട്ട് ഇവിടുത്തെ പപ്പടം കുറച്ച് വ്യത്യാസമാണ് ഫ്രം അവർ, ബട്ട് വെരി ഐ ലൈക്ക് ദാറ്റ് ഹോൾ. ചേച്ചി, ഇതേമാതിരി നമ്മുടെ കേരളത്തിലെ ഓണം ഇസ് എ ഫെസ്റ്റിവൽ, അതേമാതിരി കർണാടകയിലുള്ള ഫെസ്റ്റിവൽ നമുക്ക് ഓണം ഈക്വലന്റ് ഫെസ്റ്റിവൽ ഇല്ല. നമുക്ക് ചിലപ്പോ ഈ നവരാത്രി വെരി നമുക്ക് ഗ്രാൻഡ് ആയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഒരു കിങ്ങിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. സോ നവരാത്രി ഇസ് വെരി ഗ്രാൻഡ്. ഇങ്ങനെ പറഞ്ഞാല് നമുക്ക് ഐ ഡോണ്ട് നോ വെരി ടിപ്പിക്കൽ കന്നഡ. ഓഫ് കോഴ്സ് പൊങ്കൽ ടൈം സംക്രാന്തി ഇസ് വെരി പോപ്പുലർ. ലൈക്ക് വിഷു ടൈപ്പ് നമുക്ക് യുഗാദി, വി കോൾ യുഗാദി. ആൻഡ് നമുക്ക് കന്നഡ കമ്മ്യൂണിറ്റിയിൽ ആർക്കും അറിയില്ല ഗണേശ ചതുർത്ഥി അല്ലേ, അത് പിറ്റേ ദിവസം ഗൗരി പൂജ ഉണ്ട് നമുക്ക്. അത് റിയലി ക്യൂട്ട് സ്റ്റോറി. ഒരു പ്രാവശ്യം ശിവ ആൻഡ് പാർവതിക്ക് ഇതായി വഴക്കായി. അവൾ അച്ഛൻ അമ്മ വീട്ടിക്ക് പോയി. അപ്പോ ശിവ ഗണേശ അവിടെ സെൻഡ് ചെയ്തിട്ട് നീ കൂട്ടി വാ, അമ്മ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവാന്ന്. സോ പിറ്റേ ദിവസം അവൾക്ക് പൂജ തയ്ച്ചിട്ട് നെക്സ്റ്റ് ഡേ ഗണേശൻ പൂജ. എന്തിനാ വഴക്ക്, എനിക്ക് അതോ ഒരു കഥ ഉണ്ടാവും, എനിക്ക് ഐ ഡോണ്ട് നോ. ഓക്കെ ചേച്ചി, അപ്പൊ കേരളത്തിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കേരളത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇഷ്ടം. പുട്ട്, എസ്പെഷ്യലി ഗോതമ്പ് പുട്ട്. പിന്നെ ഇവിടുത്തെ ചമ്മന്തികളെല്ലാം ചമ്മന്തി ആൻഡ് ഇടിയപ്പം. ഇടിയപ്പം വിത്ത് ദാറ്റ് ഉള്ളി റോസ്റ്റ്. എഗ് റോസ്റ്റിന്റെ എഗ് റോസ്റ്റ് ഇഷ്ടം. അപ്പൊ ചേച്ചി വെജിറ്റേറിയൻ അല്ല എക്സെപ്റ്റ് എഗ്. ഇത് ബേസിക്കലി ചേച്ചി ഇത് വലിയൊരു കൺഫ്യൂഷൻ ഉള്ളതാണ്. എന്നോ ആരെന്നെ ഇവിടെ വന്നാലും ഞങ്ങള് വെജിറ്റേറിയൻ ആണ്, ബട്ട് ഐ യൂസ് ടു ഹാവ് എഗ്. Because egg is, I don't know whether it's considered non-veg or veg. It's a big controversy. Controversy. അത് ചേച്ചി എന്നാ പറയുന്നത്? Should be considered as a vegetarian or non-vegetarian? അങ്ങനെ നോക്കിയാൽ നമുക്ക് മിൽക്ക് ഓൾസോ നോൺ-വെജ് അല്ലേ? അത് കറക്റ്റ്. അത് നോക്കിയാൽ നമുക്ക് ഇത് ചുമ്മാതാ. നമ്മൾ ഉടനെ ഒത്തിരി കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യും, പിന്നെ അവസാനം നമ്മൾ വിട്ടുകൊടുക്കാം. നത്തിങ് മോർ. ചുരുക്കം പറഞ്ഞ നമുക്ക് മുട്ട കഴിക്കണം എന്നങ്ങ് പറഞ്ഞാൽ മതി, കാര്യം തീർന്നില്ലേ? Should not categorize it as non-vegetarian or vegetarian. So I like ഇവിടുത്തെ egg roast I like very much. Yes. And even like of course ഇവിടുത്തെ അവിയൽ and ഇവിടുത്തെ stew, basically more than the food, the sadhya part of it, not ona sadhya, I'm saying meal. More than that I like the breakfasts. Oh, not bad. Okay. ഇടിയപ്പം, അപ്പം, ഗോതമ്പ് പുട്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ ഗോതമ്പ് പുട്ട് ഇഷ്ടാന്ന് പറയുന്ന കേൾക്കാൻ. ഗോതമ്പ് ദോശ കഴിച്ചിട്ടുണ്ടോ? ഞങ്ങള് കൂടെ ചെയ്യും, അവിടെ ചെയ്യും അല്ലേ? ഭയങ്കര ഇഷ്ടം അല്ലെ? നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ചെയ്യുവാന്ന്. ഏറ്റവും ഫേവറേറ്റ് ഏതാ ചേച്ചിയുടെ among the breakfast? What do you like to have more? ഏറ്റവും ഫേവറേറ്റ് among this appam, idiyappam, ഗോതമ്പ് പുട്ട് and everything? ഇടിയപ്പം, മോട്ടർ റോസ്റ്റ്. ചേച്ചി ഒരു കാര്യം ചെയ്യട്ടെ, ചേച്ചി ഈ അരയന്നങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ അരയന്നം പോലെ ഇങ്ങനെ പറന്ന് വന്നത് എങ്ങനെയാ? അത് ഞാൻ പറഞ്ഞിട്ടില്ല ആക്ച്വലി. ശരിക്കും പറഞ്ഞാല് അവർ പറഞ്ഞ് അവിടെ ഏതോ ഒരു ടി ആഡ് അല്ലെ ഒരു പോസ്റ്റർ കണ്ടിട്ട് ബ്ലെസ്സി ആൻഡ് ദറ്റ് വേണു ക്യാമറാമാൻ, അപ്പോൾ അവർ ലോഹിത് സാർക്ക് അത് അവർക്ക് ഫോർവേഡ് ഇല്ലല്ലോ, അപ്പൊ മൊബൈൽ ഇല്ലല്ലോ, അവർക്ക് അത് കേറി അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ കളി ഇവിടെ ഷൂട്ടാവുമെന്ന് പറഞ്ഞു. ദെൻ എന്താ പറയാ, സോ ഐ ഗോട്ട് ദെൻ എനിക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായി ഇത് സിനിമ ചെയ്യാൻ. അപ്പോഴത്തൊക്കെ ഞാൻ വിചാരിച്ചു ഇവിടെ കേരള
ആർക്കറിയാം കേരള, അങ്ങനെ ഞാൻ വിചാരിച്ചു. സോ ഞാൻ ബാംഗ്ലൂരിലുണ്ട്, ഒരു ക്വയറ്റ് ആയിട്ട് ഒരു ട്രൈ ചെയ്തിട്ട് നോക്കാമെന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായി, ഭയങ്കര എൻജോയ് ചെയ്തു. ഓക്കെ, ചേച്ചിക്ക് അപ്പോൾ മലയാളം ഒരു പ്രശ്നമല്ലായിരുന്നു? അയ്യോ, ഞാൻ ഇവിടെ വന്നപ്പോൾ ശരിക്കും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു എവിടെയോ ഒരു ഐലൻഡൊക്കെ പോയി വിട്ടിട്ടുണ്ടെന്ന്. എല്ലാ വ്യത്യാസം ഇവിടെ, ഫുഡ് വ്യത്യാസം, മലയാളം ഭാഷ വ്യത്യാസം, എല്ലാ മാനറിസംസ് വ്യത്യാസം. ഐ ഡിഡ്ന്റ് നോ വേർഡ് ഓഫ് മലയാളം. ഭയങ്കര ബുദ്ധിമുട്ടായി, ഒരു 3 sentences പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടായി. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് എനിക്കിഷ്ടം. നോട്ട് ജസ്റ്റ് അല്ല, എനിക്ക് മലയാളം ഭാഷ ഭയങ്കര ഇഷ്ടം, പറയാൻ ഇഷ്ടം. ആൻഡ് ഈ കൾച്ചർ എനിക്കിഷ്ടം. ഈ ദിസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻസ് ഓഫ് ഐഡന്റിറ്റി ഉണ്ടല്ലോ മലയാളീസിന്റെ, ഒരു സെൻസ് ഓഫ് ഭാഷ, ഈ സിമ്പിൾ നാടൻ ഫുഡ്, പിന്നെ സിമ്പിൾ ക്ലോത്ത്സ്. I like that very much. ചേച്ചി ഡാൻസ് ഒക്കെ ചേച്ചി കുഞ്ഞിലെ പഠിച്ചതാ? Yeah. Since I was about 8 years old I started. അത് ചേച്ചിക്ക് ഇഷ്ടമായിട്ട് പോയതാണോ? അപ്പൊ അതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഇഷ്ടമായത് ഞാൻ പോയതാ, ആരെനിക്ക് നിർബന്ധിച്ചിട്ടില്ല. അമ്മ പറഞ്ഞില്ല നീ പോ. അമ്മ എങ്ങനെ വിചാരിച്ചു നോക്കാം, എത്ര വയസ്സ് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഈ ഡാൻസിൽ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ലെറ്റ് ഹർ ക്വിറ്റ്. അങ്ങനെ ഉണ്ടായിരുന്നു ആറ്റിറ്റ്യൂഡ്. ചേച്ചി മലയാളത്തിനകത്തെ ചേച്ചി എല്ലാം സൂപ്പർ സ്റ്റാർസിനോട് അഭിനയിച്ചേക്കുന്നത്, മമ്മൂട്ടി സാറ്, മോഹൻലാൽ സാറ്, പിന്നെ എനിക്ക് ജയറാമേട്ടൻ്റെ കൂടെ എല്ലാം അല്ലേ, ഒരു എക്സ്പീരിയൻസ്. ബിക്കോസ് യു ഗോയിങ് ടു ഡു ഫസ്റ്റ് മൂവി തന്നെ മമ്മൂട്ടി സാറിൻ്റെ കൂടെ ചെയ്തത്, മമ്മൂക്കയുടെ ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവർ അത്ര വലിയ സ്റ്റാറിന് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. കേരള പറ്റി എനിക്ക് അത്ര അറിയേയില്ല. ഞാൻ അവർ പേര് കേട്ടിട്ടുണ്ടായിരുന്നു നാഷണൽ ലെവൽ. ഐ ന്യൂ സം ഓക്കെ ഗുഡ് മൂവി ആയിരിക്കാം, സം ബിഗ് നെയിം ഇസ് ദ. അന്ന് സൂപ്പർ സ്റ്റാർ ഈ കോൺസെപ്റ്റ് എല്ലാം എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ല. സോ ഞാൻ ഇവിടെ വന്ന് അപ്പോൾ ഞാൻ കണ്ടതാ എന്താ ഒരു സൂപ്പർ സ്റ്റാർ ഇവരുടെ, അപ്പോൾ എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ഫസ്റ്റ് ടൈം ഇഷ്ടം മോഡലിംഗ് ആയിരുന്നോ അതോ യു വോണ്ട് ടു ആക്ട് ഇൻ മൂവീസ്? ഐ ഓൾവേസ് ന്യൂ, എനിക്ക് ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ എനിക്ക് എപ്പോഴും ഇതുണ്ടായിരുന്നില്ല, കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നില്ല ഫ്രോം കിഡ്. എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു മിറർ. എത്ര സമയം അത് മുമ്പ് ഡാൻസ് ചെയ്യുക, അഭിനയം ചെയ്യുക, ഫ്രോം ചൈൽഡ്ഹുഡ് I've been like that. Even today I'm like that. So I was never camera shy. So I was never എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് അതെല്ലാം ഇപ്പോൾ ഉണ്ട്, മുമ്പ് ഉണ്ടായിരുന്നില്ല എനിക്ക്. As a kid I used to happily, if they told me to dance, happily dance, told me to sing, happily sing, tell me to go on, I was never ഇത്. So അങ്ങനെ I think it was natural. മലയാളം മൂവി ചെയ്തിട്ടാണോ ചേച്ചി കന്നഡ മൂവി ചെയ്തേ? അതെ, കുറേ മലയാളം ചെയ്തിട്ട് ശേഷം ഞാൻ കന്നഡ മൂവി ചെയ്തു. കന്നഡയിൽ ഏതാ ചെയ്തത് ചേച്ചി? ഞാനൊരു 4 ചെയ്തു. അതിൽ 3 വിഷ്ണു വരുന്നു, അവർ നമ്മുടെ മമ്മൂട്ടി സാർ പോലെ അവിടത്തെ അവർക്കൂടെ 3 പടം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു നാഗാഭരണ വലിയ അവാർഡ് വിന്നിംഗ് ഡയറക്ടറാണ്, അവർക്കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവി എൻ്റെ ഗീതാ ചേച്ചി അല്ലേ, ഗീതാ ചേച്ചി എൻ്റെ മദറിൻലോ ആയിരുന്നു. അവർ കൂടെ കാനഡയിലെ ഷൂട്ടിംഗ്, ഫസ്റ്റ് കന്നഡ പടം. അത് ഭയങ്കര നല്ല തമാശ ടൈംസ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി അത്ര വ്യത്യാസമൊന്നും ആക്ടിങ് സ്റ്റൈലിലോ അങ്ങനെ വലിയ തോന്നില്ല. ഐ തിങ്ക് ഡിപ്പെൻഡ്സ് പ്രോജക്റ്റ് ടു പ്രോജക്റ്റ്. ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ വർക്ക് ലോഡ് ഹെവിയാ. അത് നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടും. ഇവിടെ നമുക്ക് ആരെങ്കിലും നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാലേ അത് എൻ്റെ പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് പോലെ. റിയലി എവിടെ പോയാലും നമുക്ക് ധൈര്യമായിട്ട് ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു they don't have to question your acting. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കൂട്ട് തന്നെ. യെസ്, കറക്റ്റ്. അത് ചേച്ചി ഈ കന്നഡ ചെയ്തപ്പോൾ അവാർഡ് കന്നഡത്തിൽ എനിക്ക് വലിയ റെസ്പെക്റ്റാ. മലയാളത്തിൽ ഇത്ര അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേരള മോശല്ലേ? ചേച്ചി കന്നഡയിൽ ചെയ്തിട്ട് അവാർഡ് കിട്ടിയില്ലേ? യെസ്, ഇപ്പോൾ ഒരു പടം 2014-15 ഇപ്പോൾ തന്നെ ഡിക്ലെയർ ചെയ്തു അവിടെ. അതിക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. അതേത് പടമാ ചേച്ചി? അതൊരു സീരിയസ് പടമായിരുന്നു, വിദായ എന്നിട്ട്. വിദായ ഇത് ആക്ച്വലി നമുക്ക് ഇന്നത്തെ ഓണാഘോഷം ഇതെല്ലാം അറിയാം, സീരിയസ് സബ്ജക്റ്റ് ആണ്, ഈ ദയാമരണം പറ്റി. Yes, so it was a very complicated, lot of layers in this character. ചേച്ചി ഇപ്പൊ ചെയ്യുന്ന ഒരു ഡാൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു മൂവി അല്ലേ ചെയ്യുന്നത്? ആണ്. എനിക്ക് റിയലി എൻ്റെ കരിയറിൽ ഡെഫിനറ്റ്ലി വെരി വെരി സ്പെഷ്യൽ ഫിലിം. കാംബോജി പേര്, വിനോദ് മങ്കര ഡയറക്ടർ. ആൻഡ് ഇതൊരു ട്രൂ കഥകളി ആർട്ടിസ്റ്റിൻ്റെ ഒരു ട്രൂ സ്റ്റോറിയാണ്, ഇൻസ്പയർഡ് ബൈ ട്രൂ സ്റ്റോറി.
അത് തന്നെ വെരി അൺയൂഷ്വൽ, അത് തന്നെ ലൈക്ക് more than unusual, very dramatic. So the story is very interesting, and e treatment and e character enakku really close to my heart because full of music, dance, avarude lokam idana, and love. So it is, and beautiful music by Jayachandran. Okay. അപ്പോൾ ചേച്ചിയുടെ നേരത്തെ ക്യാരക്ടർ പറഞ്ഞു, സ്റ്റോറി പറഞ്ഞു, സോ യു സെഡ് യെസ് ബൈ ഹിയറിംഗ് ദാറ്റ്. Yeah. ചേച്ചി ഞാനൊരു ഇൻ്റർവ്യൂവിൽ വായിച്ചതാണ്, ചേച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പുള്ളിക്കും അതേമാതിരി ഡാൻസ് ഒക്കെ അറിയണം, അതെല്ലാം അറിയണം, അങ്ങനെ ഒരാളെ ചേച്ചി കണ്ടുപിടിച്ചോ? ഇല്ല, എനിക്ക് ആക്ച്വലി ഇപ്പോൾ പറഞ്ഞാലേ അതല്ല, ഇല്ല, കുറച്ച് ആർട്ടിസ്റ്റിക് ആയിരിക്കണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആർട്ട്, ജസ്റ്റ് സിനിമ, ഡാൻസ്, മ്യൂസിക് അല്ല, ബട്ട് ഡിസൈനോ സം ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണം, ലിറ്റിൽ കലാകാരൻ വേണം. ആൻഡ് പക്ഷേ ഫുൾ കലാകാരൻ എനിക്ക് അറിയില്ല, ബിക്കോസ് അവർ സ്ട്രഗിൾ, ഞാനും സ്ട്രഗിൾ, അത് ശരിയാവുന്നില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വിൽ ഗിവ് എ കോമണാലിറ്റി, ദേ ഷുഡ് റിലേറ്റ്, കണക്ട്, ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആയിരിക്കും, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അല്ലാതെ കംപ്ലീറ്റ് ഡാൻസ് അങ്ങനെ വേണം എന്നല്ല. ആൻഡ് ഇപ്പോൾ എന്താ പറയുമ്പോൾ നമുക്ക് ഇത്ര വർഷം ഞാൻ എങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഐ ബിൻ ലിവിങ് മൈ ലൈഫ്. I don't know, I hope I don't think it'll be easy, because now to adapt and to make the effort to like somebody, you know, and it is effort to like. Satyam, ella natural at the love, I don't believe in that. Now we are too rational. Correct. So I don't know. നോക്കാം. ചേച്ചി ഇതേപോലെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും കൂടെ വായിച്ച എന്നാന്നറിയാവോ, ബിക്കോസ് ആ ഒരു ഇൻ്റർവ്യൂ വായിച്ചിട്ട് ഞാൻ ആ പോളിസി എടുത്തായിരുന്നു. അതെന്നാന്ന് ചോദിച്ചാൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നു, ആൻഡ് യു ഡോണ്ട് കെയർ അബൌട്ട് ടോയ്ലറ്റ്സ് വെർ എവർ യു ട്രാവൽ. നമുക്ക് എപ്പോഴും സ്ത്രീകൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ബാത്റൂം പോകണമല്ലോ വിചാരിച്ചിട്ട് കഴിയുന്നതും വെള്ളം കുടിക്കാതിരിക്കും, ഒരു ട്രാവൽ ആണെങ്കിലോ അല്ലെങ്കിലോ. പക്ഷെ ചേച്ചി പറഞ്ഞു ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ദാറ്റ്. പക്ഷെ ആ ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെയും അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അത് ഫിസിക്കലായിട്ട് എന്തെല്ലാം നമ്മൾ ഹെൽപ്ഫുൾ ആണെന്നു എന്നുള്ളതൊക്കെ ഒന്ന് ചേച്ചി ഒന്ന് പറഞ്ഞേ. ബിക്കോസ് എനിക്ക് ഓൾവേസ് രാവിലെ as soon as I get up, at least 3 glasses of water straight away. അതിനുശേഷം coffee or tea, ഒരു ഗ്ലാസ് 2 ഗ്ലാസ് പറ്റും. I drink a lot of water in the morning, and throughout the day ഇല്ലെങ്കിൽ നമുക്ക് I don't feel നിങ്ങൾ പറഞ്ഞതുപോലെ fresh. And see, many times നമുക്ക് hunger and thirst ഞങ്ങൾ confuse ചെയ്യും. Actually, you might be thirsty, not hungry, but you'll eat if you don't drink water. And enakku thalavedana varum, that's another thing. Because you don't have... if I don't drink enough water. Yeah, you get dehydrated, I get a headache. So, I think also body is used to that. And I think ella vidhathile it's really good, you know. Okay. You feel clean. Cleanse aage povanayittu alle. Feel energetic. And I feel cinema endikal better training ground endana. ഏതേതോ സർക്കംസ്റ്റാൻസസ്, ഏതേതോ സ്പോട്ടിൽ അങ്ങ് പോവാം, അവിടെ അനുസരിച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമേ പറ്റും. അതുകൊണ്ട് എത്ര കൊല്ലം ഞങ്ങൾ ഓർ ദിനം ഞങ്ങൾ ഇനഫ് വെള്ളമില്ലാത്ത നമുക്ക് നടക്കാൻ പോവും അല്ലേ. ഇറ്റ്സ് ആൻഡ് ഫോർ ദ സ്കിൻ, for even beauty point of view, അല്ലെങ്കിൽ for body functions, that's most important. ഇപ്പോൾ ബ്യൂട്ടി ടിപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാം, ചേച്ചി ഇത്രയും സൗന്ദര്യം എങ്ങനെ ചേച്ചി നോക്കുന്നേ? അത് എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പ് ഉണ്ടോ? ഞാൻ ആക്ച്വലി ആനിക്ക് ചോദിക്കും ചേച്ചി, ഞാൻ ചോദിച്ചത് ഇങ്ങോട്ട് പറയണ്ട, ഞാൻ എന്തായാലും ചേച്ചി ഡീൽ ഇപ്പൊ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാ മതി. ഇതെന്തായാലും ഞങ്ങൾ അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. പറഞ്ഞു എന്നാ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞ ബ്യൂട്ടി ടിപ്സ്, ഹൗ വേർ ഇസ് ദാറ്റ്? യെസ് ഐ എം ബ്യൂട്ടിഫുൾ, സോ മൈ ടിപ്സ് ആ ഇല്ല. ബട്ട് സത്യം പറഞ്ഞാൽ ഐ ഓൺലി ബിലീവ് ഇൻ വാട്ടർ, ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് സൺസ്ക്രീൻ. അതിപ്പോൾ ഇറ്റ്സ് ആക്ച്വൽ പ്രാക്ടിക്കൽ ബ്യൂട്ടി ടിപ്പ്. അതല്ലാതെ ബി happy. Always be positive. Yeah. Positive also, I'm not always positive. People think I'm not. Because sometimes I I'll imagine the worst. Actually, that is being positive for me, because in any situation, I imagine the worst. Whatever I get is positive. That is quite ശരിയാ. നമ്മൾ അതിനെ അത്രയും വേഴ്സ്റ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്നതിലും ഒരു പോസിറ്റീവ് കിട്ടി കഴിയുമ്പോൾ വിൽ ഫീൽ ഹാപ്പി. അതെ, ഞാൻ ഫേറ്റലിസ്റ്റിക്. എനിക്ക് എല്ലാ ഡ്രാമ ക്വീനാണ് ഉള്ള സത്യം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പനി വന്നാലേ ഡോക്ടർ കിട്ടപ്പോൾ ഞാൻ വിചാരിക്കും, അവർ പറയും സോറി ലക്ഷ്മി, യു ഹാവ് ടൈഫോയിഡ്, യു ബെറ്റർ സ്ലീപ്പ് ഫോർ 1 month.
പക്ഷെ അങ്ങനെ ഒന്നും ടച്ച് ഇല്ലെങ്കിൽ വേറെ ഏതോ ചേച്ചി ചിന്തിക്കുവേ ഞാൻ ഇത് ചെറുപ്പത്തിൽ നിന്ന് ഒരു ക്വാളിറ്റിയാണ്. ഒരു പ്രാവശ്യം ഞാൻ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ വിത്ത് മൈ കസിൻസ്. ഒരു പ്രാവശ്യം ഈ പോട്ട് നല്ല വീട്ടിലെ ലോണിൽ നല്ല ഐ കിക്ക്ഡ് ഇറ്റ്. പെട്ടെന്ന് എൻ്റെ കാലിങ്ങനെ സ്വെല്ലിങ് വന്നു. എനിക്ക് നടക്കാൻ വയ്യ. മൈ അങ്കിൾ ലിഫ്റ്റഡ് മീ ആൻഡ് ടുക്ക് മീ ടു ദി ഡോക്ടർ. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഫ്രാക്ചർ ആയിരിക്കാം. സോ എനിക്ക് அந்த പ്ലാസ്റ്റർ ഇടും. അപ്പോൾ എനിക്ക് 3 weeks നല്ല അറ്റൻഷൻ കിട്ടും, നല്ല രസം. പക്ഷെ അവിടെ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ്സ് എ സ്പ്രെയിൻ. എനിക്ക് ആക്ച്വലി വിഷമം. അപ്പോൾ ആൻഡ് അതെന്നെ എനിക്കറിയില്ല. ബിക്കോസ് എന്നെ ഒരു പ്രാവശ്യം എനി ടൈം എനിക്ക് എൻ്റെ അച്ഛനക്ക് അച്ഛനെനിക്ക് ദേഷ്യം വരും. അപ്പോൾ എനിക്ക് ഈ കണ്ണിൽ ചിലപ്പോൾ എനിക്ക് കറക്റ്റായി കാണാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് സ്പെക്സ് വേണ്ടി വരും. ഭയങ്കര ആഗ്രഹം സ്പെക്സ് ഇടാൻ. പക്ഷെ അവിടെ പോകുമ്പോൾ ഓക്കെ ലക്കിലി ഐ സൈറ്റ് ഇസ് ക്വൈറ്റ് ഗുഡ്. സോ യു ഡോണ്ട് നീഡ് സ്പെക്സ്. ഇങ്ങനെ ഐ ടോൾഡ് ഇറ്റ്സ് ഡ്രാമാറ്റിക് തോട്ട്സ് എനിക്ക്. നോട്ട് ബാഡ്. ചേച്ചി എന്തായാലും ഈ ഇത്രയും സമയത്തിനുള്ളിൽ ചേച്ചി ഏതെങ്കിലും കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ഐ ഷുഡ് ഡു എന്നുള്ളത് എപ്പോഴും തോന്നിയിട്ടുണ്ട്? Yeah, I want to be part of good comedy films actually. You love comedy? Why not? ഭയങ്കര ടഫാണ് കോമഡി ചെയ്യാൻ, വെരി ഡിഫിക്കൾട്ട്. ആൻഡ് എക്സൈറ്റിംഗ് മൂവീസ് ഡെഫിനറ്റ്ലി. ഓക്കെ ചേച്ചി, ഇതേമാതിരിത്തേക്ക് ഇപ്പോഴത്തേക്ക് സപ്പോസ് നമ്മുടെ മോഡലിംഗിൽ കൂടി ഒക്കെ ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. പണ്ട് ഞാൻ ശോഭന ചേച്ചിയോട് ഇത് ചോദിച്ചിരിക്കുക, ബിക്കോസ് ഒരു ആക്ട്രസ് എന്ന നിലയിൽ വാട്ട് ഷുഡ് ഷീ നോ, ഡാൻസ് മസ്റ്റായിട്ട് അറിയണോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നോട് അത് മസ്റ്റ് അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം, അത്രേ ഉള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ? ഐ ഓൺലി ഫീൽ നമുക്ക് ഏതെങ്കിലും ക്ലാസിക്കൽ ആർട്ട് ഫോം, ഐദർ ഡാൻസ് ഓർ മ്യൂസിക് ഓർ എനിത്തിങ്, നമുക്കത് പഠിച്ചാൽ എന്താവും, ഒരു നമ്മ ഉള്ള ഒരു മൈൻഡ് ഡിസിപ്ലിൻ വരും. ഐ ഫീൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇപ്പോൾ ക്ലാസിക്കൽ പോലെ അവിടെ ഡാൻസ് ചെയ്യുന്ന വൃത്തികെട്ടായിരിക്കും സിനിമയിൽ, ആണെങ്കിലും യു ഗെറ്റ് എ കൈൻഡ് ഓഫ് ഡിസിപ്ലിൻ, ഒരു രീതി കിട്ടും, ഒരു എസ്തറ്റിക്സ് കിട്ടും. ഇപ്പോൾ ഞങ്ങൾ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയാൽ ഏത് മൂവ്മെൻറ്റ് ചെയ്താലും അത് ചീത്ത മൂവ്മെന്റ് ആവുന്നില്ല, പോളിഷ് ഉണ്ടാവും. ചേച്ചി ഇപ്പോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ കൊറിയോഗ്രാഫ് ചേച്ചി ചെയ്യോ? ഞാൻ കുറെ സ്റ്റേജിലെല്ലാം മോസ്റ്റ്ലി ഞാൻ തന്നെ കൊറിയോഗ്രാഫ് ചെയ്യും ഫോർ എ വെരി ലോങ് ടൈം. ചേച്ചി ഇപ്പൊ തന്നെ ചേച്ചി ട്രഡീഷണൽ വെയർ ആയിട്ട് യു വോണ്ട് ബി എ ഫ്യൂഷൻ ടൈപ്പ്, അതായത് ട്രഡീഷണൽ സാരി ബട്ട് കമ്മലൊക്കെ കംപ്ലീറ്റ്ലി ഫ്യൂഷൻ ടൈപ്പ്, അതേമാതിരി ഡാൻസിൽ ചെയ്തിട്ടുണ്ട്? ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫ്യൂഷൻ മൂവ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. വിത്ത് ക്ലാസിക്കൽ ബേസ് വെച്ചിട്ട് ഫ്യൂഷൻ, not just music, even using Bharatanatyam in a very contemporary manner. അതല്ല ചെയ്തിട്ടുണ്ട്. See, but ഞാൻ ഇന്നോട് ക്ലാരിഫൈ ചെയ്യണം. ഇപ്പോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം എന്താ അറിയാമോ, ഒരു മ്യൂസിക്കൊക്കെ ഒരു ഡ്രംസ് വെച്ചിട്ട് ഭരതനാട്യം മുദ്ര വെച്ചിട്ട് അത് ചെയ്താൽ അത് ഫ്യൂഷൻ. അതല്ല, നമുക്ക് നല്ല ഈ മീഡിയം നന്നായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് വേറെ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പേർപ്പസ് ഉണ്ടാവും, മീനിങ് ഫുൾ ക്രിയേറ്റിവിറ്റി ആവും. ഇല്ലെങ്കിൽ വെറുതെ ബേൽപൂരി പോലെ അതല്ല ഫ്യൂഷൻ. എന്തായാലും ചേച്ചി എൻ്റെ ഷോയിലേക്ക് വന്നാൽ ഐ എം സോ ഹാപ്പി. പിന്നെ ഈ പറഞ്ഞ പോലെ പപ്പായ പായസം തരാതിരിക്കത്തില്ല, ഐ സെർവ് ഫോർ യു, ബട്ട് അലോങ് വിത്ത് സദ്യ. ആണോ? അലോങ് വിത്ത് സദ്യ. ആൻഡ് ഇത് ഞാൻ കേട്ടില്ല. ആനി വെരി ക്രിയേറ്റീവ്. ഉങ്ങൾ ക്രിയേറ്റിവിറ്റി ആണോ ഇത്? യെസ്. Thank you, Annie. Thank you. And you called me on Onam Day. Yes. Right. I'm very happy to. കേരളത്തിലെ എനിക്ക് ഓണം ആഘോഷിക്കാൻ ഭയങ്കര ഭാഗ്യമാണ്. Yes. Every year, അല്ലേ? Every year you not every year. ഇല്ല, sometimes you will be very busy, sometimes വേറെ എവിടെയോ ഉണ്ടാവും. So I love it here. I really love to spend Onam here. ചേച്ചി ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ചേച്ചിക്ക് പായസം തരാം. Not പായസം alone, but I'm going to serve you as സദ്യ. ഞാൻ പോയി എന്തായാലും ചേച്ചിക്ക് സദ്യ എടുത്തോണ്ട് വരട്ടെ. ഇത് പപ്പായ പായസം. ഇനി ചേച്ചി ആ പാടാമെന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അതൊന്ന് എനിക്ക് പാടിത്തരുമോ? ഞാൻ നമ്മുടെ കാംബോജിൻ്റെ ഒരു പാട്ട് പാടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ മ്യൂസിക് ആണ്.
നടുവാതിൽ തുറന്നില്ല, പടിവാതിൽ കിടന്നോരാളനന്നില്ല, നറുനിലാവുദിച്ചിട്ട് whatever. ഓക്കെ, എന്തായാലും ആ ചേച്ചി പാടിയത് ആ പാട്ട് നല്ല പാട്ടാന്ന് തോന്നുന്നു അല്ലെ ചേച്ചി? ഭയങ്കര മെലഡിയസ് പാട്ടാന്നു.